ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഇന്നത്തെ ഈ വ്ളോഗ് സപ്ലി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ലോപ്പസ് ഗ്രേഡ് ഒക്കെ കുറെ പേര് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്, അതിന്റെ രജിസ്ട്രേഷൻ ഒക്കെ സ്റ്റാർട്ട് ആയെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഇതുവരെ നിങ്ങളുടെ സപ്ലി രജിസ്ട്രേഷനോ ലോപ്പസ് ഗ്രേഡോ സൈറ്റിൽ ആക്റ്റീവ് ആയിട്ടില്ല. അത് ആക്റ്റീവ് ആകുമ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാരണം ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. സപ്ലി രജിസ്ട്രേഷൻ ഇതുവരെ സ്റ്റാർട്ട് ആയിട്ടില്ല. പിന്നെ ഞാൻ കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. ഇപ്പൊ കുറെ പേര് റീവാലുവേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കുമല്ലോ. അപ്പോ റീവാലുവേഷന്റെ റിസൾട്ട് എന്തായാലും നിങ്ങൾ സപ്ലി രജിസ്റ്റർ ചെയ്ത് എഴുതി കഴിഞ്ഞിട്ടാണ് വരത്തുള്ളൂ. അപ്പം സപ്ലി എക്സാം നിങ്ങൾ എന്തായാലും രജിസ്റ്റർ ചെയ്യേണ്ടി വരും. പിന്നെ നിങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് എല്ലാ സെമ്മിലും സപ്ലി എഴുതാൻ പറ്റും. അപ്പൊ വേണമെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് അറ്റംപ്റ്റ്, അതായത് ഇപ്പൊ ഈ സമയത്ത് സപ്ലി രജിസ്റ്റർ ചെയ്യാതെ റീവാലുവേഷന് കൊടുത്തവർക്ക് അത് വെയിറ്റ് ചെയ്തിട്ട് അടുത്ത സെമിസ്റ്ററിൽ വേണമെങ്കിൽ സപ്ലി എഴുതാം. കാരണം കോൺഫിഡൻസ് ഒക്കെ ഉള്ളവർക്ക്, റീവാലുവേഷൻ കിട്ടും എന്നുള്ളവർക്ക്, വെറുതെ സപ്ലി രജിസ്റ്റർ ചെയ്ത് പൈസ കളയണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്താലും മതിയാവും. പക്ഷെ അങ്ങനെ സംഭവിക്കുമ്പോൾ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ സപ്ലി എഴുതുമ്പം നിങ്ങൾക്ക് ഈ ഒരു സെമ്മിന്റെ കൂടെ, അതായത് നിങ്ങൾക്ക് പ്രസന്റ്ലി നിങ്ങൾക്ക് ആകെ സപ്ലി ഉള്ളത് S1 മാത്രമാണ്. പക്ഷെ നിങ്ങൾ S3 സപ്ലി എഴുതുമ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല, മേ ബി S2 റിസൾട്ട് വന്ന് അതിനും കൂടെ സപ്ലി വന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അതൊരു ബുദ്ധിമുട്ടായി മാറും. അപ്പൊ അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് തന്നെ സപ്ലി ക്ലിയർ ചെയ്യണം എന്നൊക്കെ എല്ലാവരും പറയുന്നത്. അപ്പൊ S1 തന്നെ ഇപ്പോ ഈ S2 എക്സാമിന്റെ കൂടെ തന്നെ ഇതിന്റെ എക്സാം എഴുതി ക്ലിയർ ചെയ്യുന്നതായിരിക്കും നല്ലത്. അതല്ല, കോൺഫിഡൻസ് ഉള്ളവർക്കാണെങ്കിൽ സപ്ലി എക്സാം എഴുതാണ്ട് അടുത്ത അറ്റംപ്റ്റ് വേണമെങ്കിൽ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ ഒരു കാര്യം എന്നോട് ചോദിച്ചിരുന്നത്, ഇപ്പൊ നിങ്ങൾക്ക് സപ്ലി എഴുതി നല്ലോണം മാർക്ക് കൂടി കിട്ടി, പക്ഷെ റീവാലുവേഷൻ നിങ്ങൾക്ക് പാസ്സായി. പക്ഷെ റീവാലുവേഷൻ കൊടുത്തപ്പോൾ നിങ്ങൾക്ക് ഇപ്പൊ ജസ്റ്റ് ഒരു എന്താ പറയാ, ഇപ്പം P ഗ്രേഡ് മാത്രം കിട്ടിയിട്ടാണ് നിങ്ങൾ പാസ്സായത്, ജസ്റ്റ് പാസ്സായി. പക്ഷെ നിങ്ങൾ സപ്ലി എഴുതി ഇപ്പൊ മാർക്ക് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഒരു A+ഓ Aയോ ഒക്കെ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് ആ ഒരു ഗ്രേഡ് നമ്മുടെ CGPAയിലേക്ക് ആഡ് ആവുമോ എന്ന് കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമുക്ക് അങ്ങനെ ആഡ് ചെയ്യാൻ പറ്റത്തില്ല. റീവാലുവേഷൻ റിസൾട്ട് ആണ് നമ്മളുടെ ഫൈനൽ റിസൾട്ട്. അതിപ്പോ നമ്മൾ എന്തൊക്കെ ചെയ്താലും റീവാലുവേഷൻ റിസൾട്ട് ആയിരിക്കും നമ്മുടെ ഫൈനൽ റിസൾട്ട്. പിന്നെ ഒരു കാര്യം, ലോ പാസ് ഗ്രേഡ് ലാബിന് ആപ്ലിക്കബിൾ ആണോ എന്ന് കുറെ പേര് ചോദിച്ചിരുന്നു. ഇപ്പൊ ലോ പാസ് ഗ്രേഡ് ലാബിന് അങ്ങനെ പറ്റില്ല എന്നാണ് എന്റെ ഇതുവരെയുള്ള ഒരു അറിവ്. അപ്പൊ അങ്ങനെ ആരും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലാബിന്റെ കാര്യം ലോ പാസ് ഗ്രേഡ് ആപ്ലിക്കബിൾ അല്ല. പിന്നെ ചോദിച്ചിരുന്ന ഒരു ഡൗട്ട്, ഇപ്പം സപ്ലി എക്സാമിന് നമ്മള് ഫസ്റ്റ് അറ്റംപ്റ്റ്, സെക്കൻഡ് അറ്റംപ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോ ഒരു പ്രാവശ്യം സപ്ലി എക്സാം എഴുതിയിട്ട് ഇപ്പൊ ഗ്രേഡ് നമുക്ക് ഒരെണ്ണം കിട്ടി, പിന്നെ നമുക്ക് അത് സപ്ലി ആയിട്ട് എഴുതി ഇംപ്രൂവ് മാർക്ക് മേടിക്കാവോ എന്ന് കുറെ പേര് ചോദിച്ചിരുന്നു. അപ്പൊ അങ്ങനെ പറ്റത്തില്ല. ഇപ്പം റീവാലുവേഷൻ എഴുതി കിട്ടിയില്ല, എന്നിട്ട് നമ്മൾ സപ്ലി എഴുതി കിട്ടിയെങ്കിൽ ആ സപ്ലിയുടെ മാർക്ക് ആയിരിക്കും നമ്മുടെ ഫൈനൽ മാർക്ക്. അപ്പൊ അതായിരിക്കും നമ്മളുടെ ഫൈനൽ ഗ്രേഡ് എന്ന് പറയുന്നത്. അതെന്താണോ അത് തന്നെ. ബിടെക്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഇല്ല. പിന്നെ ഒരു കാര്യം എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾക്ക് അറ്റൻഡൻസ് ഇഷ്യൂസ് ഒക്കെ വന്നിട്ടുള്ള കുറെ പേരുണ്ട്. അപ്പൊ അറ്റൻഡൻസ് ഇഷ്യൂ കാരണം എക്സാം രജിസ്റ്റർ ചെയ്യാൻ പറ്റാണ്ട്, എക്സാം രജിസ്റ്റർ എന്താ വെച്ചാൽ എക്സാം നമ്മൾ എലിജിബിൾ ആവില്ലല്ലോ. അപ്പൊ അങ്ങനെയുള്ളവർ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് കുറെ പേര് ചോദിക്കുന്നുണ്ട്. അപ്പം ഇപ്രാവശ്യം എക്സാം എഴുതാൻ പറ്റാത്തവർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, അത് 1-2 സബ്ജക്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ റിസൾട്ട് ഒക്കെ പബ്ലിഷ് ചെയ്യുമ്പം SR എന്ന് പബ്ലിഷ് ചെയ്യാറുണ്ട്, സപ്ലിയും റെഗുലറും. അത് സപ്ലി എക്സാം അങ്ങനെ പബ്ലിഷ് ചെയ്യാറുണ്ട്. പിന്നെ SFE നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. SFE എന്ന് വെച്ചാല് സപ്ലി ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി എന്നാണ് അതിന്റെ പേര്. അപ്പൊ ഫെയിൽഡ് ഡ്യൂ ടു എലിജിബിലിറ്റി അങ്ങനത്തെ എക്സാം വരുമ്പോൾ നമ്മൾ അത് രജിസ്റ്റർ ചെയ്ത് വേണം എഴുതാൻ. അപ്പം ഈ അറ്റൻഡൻസ് ഇഷ്യൂസ് ഉള്ളവരൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പം കുറെ പേര്, അധികം പേര് ചോദിച്ചിരുന്നത്. പിന്നെ നെറ്റ്വർക്ക് തിയറി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഒരു Q&A പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും നിങ്ങൾക്ക് കൂടുതൽ ഡൗട്ട്സോ, അതായത് എന്ത് കാര്യം ആയിക്കോട്ടെ, എന്തെങ്കിലും കാര്യമായിട്ട് നമ്മൾ Q&Aയിൽ ജസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ടോ എന്തെങ്കിലും കാര്യമായിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ടോ എന്തെങ്കിലും വേണമെങ്കിലും ചോദിച്ചോളൂ. അപ്പൊ ഞാൻ Q&Aയുടെ ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ ഒരു വീഡിയോ എന്തായാലും ഉടനെ ഉണ്ടാവും. നിങ്ങളുടെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ട് മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് Q&A കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ടിട്ടുണ്ട്, അതിലൊന്ന് ജസ്റ്റ് കമന്റ് ചെയ്യുക. ഒത്തിരി ഓൾഡ് വീഡിയോയിലൊക്കെ നിങ്ങൾ കമന്റ് ഇടുമ്പോൾ ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരത്തില്ല. അതുകൊണ്ടാണ് പലർക്കും പഴയ വീഡിയോയിലൊക്കെ കമന്റ് ഇടുന്നവർക്ക് അധികം റിപ്ലൈ കൊടുക്കാത്തത്. ഞാൻ ചിലപ്പോൾ ഒക്കെ കാണുമ്പോൾ റിപ്ലൈ ചെയ്യാറുണ്ട് പഴയ വീഡിയോസിൽ. പുതിയതായിട്ട് ഇടുന്ന വീഡിയോസിലെല്ലാം ഞാൻ അന്ന് തന്നെ റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പൊ ഇത്രേ ഉള്ളൂ എന്റെ ഇന്നത്തെ വ്ളോഗ്. അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ആണെങ്കിൽ ഇതുപോലെ ഇഷ്ടമുണ്ടെങ്കിൽ please do like, share and subscribe my YouTube channel guys, and keep supporting. Bye.